ആണ് ഇപ്പോ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് പ്രധാനമായിട്ടും ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വെക്കുന്നത്. അത് വനഭൂമി പട്ടയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിശദാംശമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ ഈ ഗവൺമെന്റ് പട്ടയ വിതരണത്തിന്റെ കാര്യത്തിൽ ഒരു ചരിത്ര മുന്നേറ്റം നേടി മുന്നോട്ട് പോകുന്ന വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. സമീപ ഭൂതകാലത്ത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ പട്ടയങ്ങൾ വിതരണം ചെയ്ത മറ്റൊരു ഗവൺമെന്റും ഉണ്ടാകില്ല എന്ന വിധത്തിൽ വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള പട്ടയ വിതരണ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുക. കേരളത്തിൽ ഈ ഗവൺമെന്റ് അധികാരം ഏറ്റുവരുന്ന ഘട്ടത്തിൽ 2016 മുതൽ 21 വരെയുള്ള ഗവൺമെന്റ് 1,77,000 പട്ടയങ്ങൾ വിതരണം ചെയ്തതിന്റെ വളരെ ആവേശകരമായിട്ടുള്ള ഒരു ചരിത്രത്തിൽ നിന്നുകൊണ്ടാണ് രണ്ടാം ഗവൺമെന്റ് അതിന്റെ ഭൂവിതരണ നടപടികൾ ആരംഭിക്കുന്നത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിലെ പട്ടയ മിഷൻ എന്നൊരു ആശയത്തിന് ഈ ഗവൺമെന്റ് രൂപം നൽകുന്നുണ്ടായി. അതായത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉൾപ്പെടെ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെയും MLA-മാർ അവരവരുടെ മണ്ഡലങ്ങളിൽ പഞ്ചായത്ത് മെമ്പർമാർ വരെയുള്ള ജനപ്രതിനിധികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന വിധത്തിൽ അവരധ്യക്ഷന്മാരായി ഒരു പട്ടയ അസംബ്ലി നടത്തുക. പട്ടയ അസംബ്ലിയുടെ 2 എഡിഷനുകളാണ് കേരളത്തിൽ നടന്നത്. ആ യോഗത്തിന്റെ അധ്യക്ഷൻ സ്ഥലം MLA ആയിരിക്കും, അത് മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാവ്. അവിടെ ആ മണ്ഡലത്തിലെ ജനപ്രതിനിധികളായ ആളുകൾക്ക് അവരുമായി ബന്ധപ്പെട്ട പട്ടയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയും. ആ പട്ടയ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാൽ ഓരോ നിയോജക മണ്ഡലത്തിലും തഹസിൽദാരിൽ കുറയാത്തൊരു നോഡൽ ഓഫീസർ ഉണ്ടാകും. ആ നോഡൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ആ പട്ടയ പ്രശ്നങ്ങൾ പരിശോധിച്ച് താലൂക്കിലോ ജില്ലയിലോ ചെയ്യാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അവിടെ പരിഹരിച്ച്, അതല്ലാത്ത പ്രശ്നങ്ങൾ പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി പട്ടയ ഡാഷ്ബോർഡ് 3 മാസത്തിലൊരിക്കൽ മന്ത്രി മുതൽ ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ ഓൺലൈനായി അദാലത്ത് മോഡലിൽ വിധേയമാക്കി പരമാവധി പട്ടയം കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് പോയപ്പോ ഈ ചെറിയ കാലത്തിനകത്ത് ഏതാണ്ട് 2.5 ലക്ഷത്തോളം പട്ടയങ്ങൾ കേരളത്തിൽ കൊടുക്കാനായി. ഏതാണ്ട് 4.5 ലക്ഷത്തോളം പട്ടയങ്ങളിലേക്ക് ഇപ്പൊ പട്ടയ വിതരണം കഴിഞ്ഞു, പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല. ഒരു പട്ടയമേള കൂടി വരുന്നുണ്ട്, അതിന്റെ അനുബന്ധ പരിപാടികൾ വരുന്നുണ്ട്. ആ ഘട്ടത്തിൽ 2-3 തരം പട്ടയ വിഷയങ്ങളുണ്ട്. ഒന്ന്, സർക്കാർ തരിശും വില്ലേജ് തരിശും ഒക്കെ ആയിട്ടുള്ള പട്ടയങ്ങൾ സാധാരണ നിലയ്ക്ക് റവന്യൂ വകുപ്പിന് തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ വിവിധ വകുപ്പുകളുടെ ഭൂമി കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് ആക്ട് മുഖാന്തരമോ നോട്ടിഫിക്കേഷൻ മുഖാന്തരമോ ഏതെങ്കിലും ഒരു വകുപ്പിന്റെ കയ്യിലായിട്ടുള്ള ഭൂമി ആ വകുപ്പിന്റെ കൂടി അനുവാദത്തോടെ റവന്യൂ വകുപ്പിലേക്ക് ഡീവെസ്റ്റ് ചെയ്താൽ മാത്രമേ ആ ഭൂമി റവന്യൂ വകുപ്പിന് പട്ടയമായി കൊടുക്കാൻ പറ്റൂ. അതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഇറിഗേഷൻ വകുപ്പ്, ഇലക്ട്രിസിറ്റി വകുപ്പ്, അങ്ങനെ വിവിധ വകുപ്പുകളുമായി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ പട്ടയങ്ങളിൽ കൂടി അവർക്ക് NOC തരാനാകുന്ന വിധത്തിലുള്ള പട്ടയങ്ങളും വിതരണം ചെയ്യാൻ കഴിയും. ഇപ്പൊ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഏറ്റവും ബൃഹത്തായ ഒരു പ്രശ്നം വനഭൂമി പട്ടയവുമായി ബന്ധപ്പെട്ടാണ്. വനഭൂമി പട്ടയം കേരള ഗവൺമെന്റിന് മാത്രം അനുവാദം നൽകി കൊടുക്കാവുന്ന പട്ടയമല്ല, അത് കേന്ദ്രത്തിന്റെ അനുവാദം വേണം. കാരണം കടലും കാനനവും കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടാണ്. CRZ ഭൂമിയും വനഭൂമിയും കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലഭ്യമാകൂ. അങ്ങനെ നമുക്ക് തൃശൂർ ജില്ലയിൽ നേരത്തെ കേന്ദ്രാനുമതി ലഭിച്ചിട്ടുള്ളത് ഉള്ള സ്ഥലങ്ങളിൽ 6794 പട്ടയങ്ങൾ ഇതിനകം നമുക്ക് കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിവിധ ഘട്ടങ്ങളിലായി. ഏതാണ്ട് 600ഓളം പട്ടയ അപേക്ഷകൾ കൂടി ഫയലുകളായി നമ്മുടെ മുമ്പിലുണ്ട്. ആ ഫയലുകളിൽ പല ഉടമസ്ഥന്മാരെയും യഥാർത്ഥത്തിൽ കാണാനില്ല. കേരളത്തിലെ പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിലെ കേന്ദ്രാനുമതി ലഭിച്ചതിൽ ബാക്കിയുള്ള പേരുകളുടെ ഉടമസ്ഥന്മാർ വരാൻ വേണ്ടി പലതവണ നാം വില്ലേജുകളിൽ ഹിയറിംഗ് നടത്തുകയും വില്ലേജുകളിൽ ഈ പേരുകൾ പ്രസിദ്ധീകരിച്ച് ഇതിന്റെ ഉടമസ്ഥന്മാർ വരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പക്ഷെ പല കേസുകളിലും ആളുകൾ എത്തിച്ചേരുന്നില്ല. ചിലർക്ക് വിവരാവകാശം എടുത്തുകൊണ്ട് നമ്മുടെ ജില്ലയിൽ നേരത്തെ ഒരു വിവരമില്ലായ്മ പറയുകയുണ്ടായി. നിങ്ങളിൽ പല മാധ്യമങ്ങളും ആ വിവരമില്ലായ്മ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതെന്താന്ന് വെച്ചാൽ
അനുവദിക്കപ്പെട്ട കേന്ദ്ര ഗവൺമെന്റിന്റെ പട്ടയം ഇത്ര, വിതരണം ചെയ്തത് ഇത്ര, ഹെക്ടറിന്റെ കണക്ക് പറഞ്ഞാൽ വിതരണം ചെയ്യാൻ ബാക്കിയുള്ളത് ഉടമസ്ഥൻ വരാൻ പറ്റാത്ത പട്ടയാണ്. ഇപ്പോ ഒരു ബാബുവിന്റെ പേരിൽ ഒരു പട്ടയം ഉണ്ടെങ്കിൽ പ്രതിഭട്ടന്റെ പേരിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ ബാബുവിന്റെ തലമുറ കൈമാറി വന്നയാളാണ് പ്രതിഭട്ടൻ എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഉണ്ട്. ഞാൻ ഒരു പേര് പറഞ്ഞു കണ്ടു, പ്രതിഭട്ടനെ കണ്ടപ്പോ പേര് പറഞ്ഞു. തലമുറ കൈമാറി വരുന്ന ആളുകളോ സെയിൽ ഡീഡ് പ്രകാരം വരുന്ന ആളുകളോ ആണ് ഈ പട്ടയത്തിന്റെ അനന്തരാവകാശി എന്ന് കാണിച്ചാൽ നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഉടമസ്ഥന്മാരില്ലാത്ത, കണ്ടെത്താൻ പറ്റാത്ത ചില കേസുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം അതിവേഗം വിതരണം ചെയ്യുക. പട്ടയ വിതരണത്തിന് ഇപ്പോൾ ഒരു 150 പട്ടയങ്ങൾ കൂടി വനഭൂമി പട്ടയങ്ങൾ തയ്യാറായി വന്നിട്ടുണ്ട്. അതുകൂടി കൊടുത്താൽ പിന്നെയും ഫയലുകളുടെ എണ്ണം കുറയും. എന്നാൽ ഇപ്പോ ഞങ്ങൾ പറയാൻ തീരുമാനിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന് നേരത്തെ സംയുക്ത പരിശോധന നടത്തി അങ്ങോട്ട് അയച്ച ഒരു 4600-700 ഫയലുകൾ നമ്മുടെ മുമ്പിൽ നേരത്തെ ഉണ്ടായി. ആ ഫയലുകളിൽ നമ്മള് അവിടെ നിന്ന് അൺപ്രോപ്പർ ആണെന്ന് പറഞ്ഞുകൊണ്ട്, കൃത്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മഹാഭൂരിപക്ഷം ഇങ്ങോട്ട് ഒരു 10-15 വർഷക്കാലം മുമ്പ് അയച്ചു. അതെല്ലാം അനാഥമായിട്ട് കിടക്കുകയായിരുന്നു. അത് ഇപ്പോ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ആ അപേക്ഷകൾ എടുത്ത് എന്തുകൊണ്ടാണ് അവരവിടെ സ്വീകരിക്കാത്തത് എന്ന് നോക്കിയപ്പോ അങ്ങനെയുള്ള ഓരോ ഫയലിനും പ്രത്യേകമായി ഭൂമിയുടെ 4 അതിര് നിശ്ചയിക്കണം, പ്രത്യേക സർവേ ടീമിനെ വെച്ച് സർവേ നടത്തണം, സർവേ നടത്തി കൃത്യമായി ടോപ്പോ ഷീറ്റിൽ തയ്യാറാക്കി പരിവേഷ് പോർട്ടൽ എന്ന വനം വകുപ്പിന്റെ ഒരു പോർട്ടലിലൂടെ അങ്ങോട്ട് അയച്ചാൽ മാത്രമേ അത് ഔപചാരികമായി അനുവാദം നൽകാനാകൂ എന്ന് കേരള ഗവൺമെന്റിനെ അവരറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഉദ്യമം ഉദ്യോഗസ്ഥന്മാരെ എല്ലാം കൂട്ടി നിർത്തി കുറച്ചു കാലമായി നടന്നു വരികയാണ്. 10 സർവേ ടീമുകളെ പ്രത്യേകമായി നിശ്ചയിച്ചു. ആ സർവേ ടീമുകൾ നമ്മുടെ ജില്ലയിലെ വിവിധങ്ങളായിട്ടുള്ള 5 താലൂക്കുകളിലെ വനഭൂമി പട്ടയങ്ങൾ പ്രത്യേകമായി വീടുകളിൽ പോയി സർവേ നടത്തി പരിശോധിച്ചു. അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കി. ദീർഘമായ ഒരു കാലത്തിന് ശേഷം നമ്മുടെ ജില്ലക്കകത്ത് ഈ പട്ടയങ്ങൾ കേന്ദ്ര ഗവൺമെന്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാത്രമായി വനഭൂമി താലൂക്ക് ഓഫീസ് എന്ന പേരിൽ ഒരു പ്രത്യേക തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ജില്ലാ കളക്ടറേറ്റിന്റെ 3ാം നിലയിൽ തന്നെ ഓഫീസ് തുറന്നുകൊണ്ട് വനഭൂമി പട്ടയത്തിന് വേണ്ടി മാത്രം നാം പ്രത്യേകമായി ഒരു ഓഫീസ് ഉണ്ടാക്കി. ആ പ്രവർത്തനം പ്രത്യേകമായ വാഹനങ്ങൾ, പ്രത്യേകമായ സർവേ ടീം, പ്രത്യേകമായ ചെയർമാൻമാർ, പ്രത്യേകമായ താലൂക്ക് ഓഫീസ്, ഈ 4 സംവിധാനങ്ങളെ ജില്ലാ കളക്ടറും എല്ലാവരുടെ ഡെപ്യൂട്ടി കളക്ടറും ഒക്കെ നേരിട്ട് മേൽനോട്ടം വഹിച്ച് തുടർച്ചയായി അത് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 4123 ഫയലുകൾ ഇപ്പൊ പരിവേഷ് പോർട്ടൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വനം വകുപ്പ് മന്ത്രിയുമായി അക്കാര്യം സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞു ഇവിടെ അത് അപ്ലോഡ് ചെയ്ത് കേരളത്തിലെ വനം വകുപ്പിന്റെ സ്ക്രൂട്ടിനി കമ്മിറ്റി അത് പരിശോധിച്ച് അംഗീകാരം നൽകിയാൽ ഏറ്റവും വേഗതയിൽ ഞങ്ങളത് നൽകിയേക്കാം എന്ന് നമ്മളോട് വാഗ്ദാനം ചെയ്തു. അതിനടിസ്ഥാനത്തിൽ 4123 അപേക്ഷകൾ നേരത്തെ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി തിരിച്ചയച്ച അപേക്ഷകൾ പ്രോപ്പറാക്കി 4 അതിര് നിശ്ചയിച്ച് ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൂട്ടി ടോപ്പോ ഷീറ്റിലേക്ക് തയ്യാറാക്കി പഴയ ജോയിന്റ് വെരിഫിക്കേഷന്റെ റെക്കോർഡുകൾ അടക്കം കേന്ദ്ര ഗവൺമെന്റിലേക്ക് അപ്ലോഡ് ചെയ്തു. അതിനെ തുടർന്ന് ഞാനും വനം വകുപ്പ് മന്ത്രിയും ജില്ലാ കളക്ടറും DFOയും ഉയർന്ന റവന്യൂ വനം സെക്രട്ടറിമാരും കൂടിയിട്ടുള്ള യോഗം നടന്നു. ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ സ്ക്രൂട്ടിനി നടത്തി കേന്ദ്ര ഗവൺമെന്റിന് അത് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ആ വനഭൂമി പട്ടയങ്ങൾ കൂടി കിട്ടുന്നത് ഒരു ചരിത്ര സംഭവമായിരിക്കും തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം. മുകുന്ദപുരത്ത് നിന്ന് 57 ഫയലുകളാണ്, 57 പട്ടയാപേക്ഷകളാണ് ഇങ്ങനെ വെരിഫൈ ചെയ്ത് അയച്ചത്. കുന്നംകുളത്ത് നിന്ന് 19 അപേക്ഷകളാണ് അയച്ചിട്ടുള്ളത്. ചാലക്കുടിയിൽ നിന്ന് 1297 അപേക്ഷകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് അയച്ചിട്ടുണ്ട്. തലപ്പള്ളിയിൽ നിന്ന് 1263 അപേക്ഷകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത ലിസ്റ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ തൃശ്ശൂർ താലൂക്കിൽ നിന്നാണ് 1487 അപേക്ഷകൾ. പൂർണ്ണമായ തയ്യാറെടുപ്പോടെ 4123 അപേക്ഷകൾ കേന്ദ്ര ഗവൺമെന്റിന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ദീർഘമായ ഒരു 20 വർഷക്കാലത്തിന് ശേഷമാണ് നമ്മളിപ്പോ വീണ്ടും അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു അവസരം, കാരണം അത്ര ശ്രമകരമായിട്ടുള്ള പണിയാണ് ഇത്. കേരളത്തിൽ മാത്രം കിട്ടുന്നതല്ല. നേരത്തെ കേന്ദ്രാനുമതി ലഭിച്ചതുപോലെ ഈ അളവിന് കൂടി കേന്ദ്രാനുമതി ലഭിച്ചാൽ 980 ഹെക്ടർ ഭൂമിയാണ് അങ്ങനെ
4123 അപേക്ഷകളിലായി 980 ഹെക്ടർ ഭൂമിയാണ്. അത് 2000-ലേറെ ഏക്കർ ഭൂമി ആണിപ്പോ നമ്മൾ കേന്ദ്ര ഗവൺമെന്റിനോട് കേരളത്തിലെ മലയോര മേഖലയിൽ താമസിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൂടി കിട്ടിയാൽ ഒരു ചരിത്ര സംഭവമായി നമ്മുടെ ജില്ലക്കകത്ത് 980 ഹെക്ടർ കൂടി, അതാണ്ട് 2500 ഏക്കർ ഭൂമി കൂടി നമുക്ക് ലഭ്യമായി. അതെ അതെ, കുന്നംകുളത്ത് 19, കുന്നംകുളത്ത് ഇരുമപ്പെട്ടിയിലെ ഒരു പോർഷൻ അങ്ങനെ വരും. അല്ല, ഞാനൊന്നും പറഞ്ഞു തന്നോട്ടെ, ഞാൻ പറയാം. ഇനി ഇതിനും പുറമെ ഉള്ളത് സംയുക്ത പരിശോധന നടക്കാത്ത കേന്ദ്രങ്ങളാണ്. അത് വലിയ ഗൗരവപ്പെട്ട പ്രശ്നമാണ്. 30 കൊല്ലത്തിന് ശേഷം, 30 കൊല്ലത്തിനിടയിൽ ഇതുവരെ അങ്ങനെ നമുക്ക് പുതിയ JVRഉം പുതിയ അപേക്ഷയോ കൊടുക്കാൻ അനുവാദം തരുന്നില്ല കേന്ദ്ര ഗവൺമെന്റ്. 2023 ഫെബ്രുവരി 7 ഞാനും കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രനും ഞങ്ങളോടൊപ്പം വനം റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും കൂടി പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിലെ വനം വകുപ്പ് മന്ത്രിയുമായി, അദ്ദേഹത്തിന്റെ അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്, രണ്ടാമത് തുടരുന്നത്, അദ്ദേഹവുമായി അന്ന് സംസാരിക്കുകയുണ്ടായി. ദീർഘമായിട്ടുള്ള ഞങ്ങളുടെ വാദങ്ങൾ കഴിഞ്ഞ 10-20 വർഷക്കാലമായി കേരളം ഉയർത്തുന്ന വാദങ്ങൾ കേട്ട് അവസാനം പുതിയ ജോയിന്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള അനുവാദം കേന്ദ്ര ഗവൺമെന്റ് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലയിലെ മാത്രമല്ല കേരളത്തിലെ ആകെ വിവരശേഖരണം, ആർക്കാണ് ഇനി സംയുക്ത പരിശോധന നടത്താനുള്ളത് എന്നുള്ളതിന്റെ വിവരശേഖരണം നടത്തിയപ്പോ തൃശൂർ ജില്ലയിൽ 9355 അപേക്ഷകൾ ആ ഇനത്തിൽ വരികയുണ്ടായി. 9355 അപേക്ഷകൾ. ആ 9355 അപേക്ഷകളിലും ജോയിന്റ് വെരിഫിക്കേഷൻ നടപടികളിലേക്ക് നമ്മൾ കടന്നു. അത് തലാപ്പള്ളിയിൽ 1774, തൃശ്ശൂരിൽ 5748, കുന്നംകുളത്ത് 25, മുകുന്ദപുരത്ത് 25, ചാലക്കുടിയിൽ 1783 ഇങ്ങനെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിൽ നമുക്കിപ്പോ ജോയിന്റ് വെരിഫിക്കേഷൻ ആരംഭിച്ചിട്ടുള്ളത് 2 താലൂക്കുകളിലാണ്, ഒന്ന് തൃശ്ശൂരിലും മറ്റൊന്ന് ചാലക്കുടിയിലും. ഇതിന് പ്രത്യേക ടീം വേണം. തൃശ്ശൂരിൽ റവന്യൂവിന്റെ ടീമിനെയും ഫോറസ്റ്റിന്റെ ടീമിനെയും SIR ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടത്തുകയാണെന്നുള്ളത് കൊണ്ട് SIR ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണെന്നുള്ളത് കൊണ്ടുള്ള പ്രയാസം കൂടി കണക്കിലെടുത്ത് 2 ടീമിനെ നമ്മളിപ്പോൾ വെച്ചു. അതിൽ തൃശ്ശൂരിലെ ടീം പീച്ചിയിലാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്, ചാലക്കുടിയിലെ ടീം പരിയാരത്താണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഈ സ്ഥലങ്ങളിൽ ഇപ്പോ സംയുക്ത പരിശോധന ആരംഭിച്ചു. സംയുക്ത പരിശോധന പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോ നമ്മള് 980 ഹെക്ടറിന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യം ഉന്നയിച്ചതുപോലെ വീണ്ടും നമുക്ക് ഫോറസ്റ്റ് വകുപ്പ് NOC നൽകുന്ന കേന്ദ്രങ്ങളിൽ നമുക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് പരിവേഷ പോർട്ടൽ പെടുത്താൻ പറ്റും. സത്യം പറഞ്ഞാൽ കേരളത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ വനഭൂമിയുമായി ബന്ധപ്പെട്ട് ദീർഘമായ 30, 40, 50 വർഷക്കാലമായി ഭൂമി ലഭ്യമാകാതിരിക്കുന്ന പട്ടയപേക്ഷകരുടെ കാര്യത്തിൽ 3 നിലവാരത്തിൽ നമ്മൾ എടുത്തു. 2011-നും 2016-നും ഇടയിൽ, ആ കാലത്തിന്റെ പ്രത്യേകത രാഷ്ട്രീയമായി ഞാൻ പറയേണ്ട കാര്യമില്ല, 2011-നും 2016-നും ഇടയിൽ തൃശൂർ താലൂക്കിൽ ആകെ വിതരണം ചെയ്ത പട്ടയങ്ങളുടെ മലയോര പട്ടയങ്ങളുടെ എണ്ണം 18ആണ്, 18. അതിൽ 17 എന്റെ മണ്ഡലത്തിലാണ്, 1 കിള്ളന്നൂർ വില്ലേജിലാണ്, 18. എന്നാൽ ഈ 5 വർഷക്കാലത്തിനിടയിൽ നമ്മൾ വിതരണം ചെയ്തത് 2623. ഈ വ്യത്യാസം ഗവൺമെന്റുകളും പട്ടയ മിഷനും തമ്മിലുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ 20 വർഷക്കാലമായി അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത 4123 അപേക്ഷകൾ 980 ഹെക്ടർ നമ്മൾ കൊടുക്കുന്നു. വീണ്ടും പുതിയ ജോയിന്റ് വെരിഫിക്കേഷനിലേക്ക് 30 വർഷക്കാലത്തിന് ശേഷം നമ്മൾ കടക്കും. ഇതോടൊപ്പം തന്നെ വനമേഖലകളിൽ കൂടി മലയോര രംഗത്ത് ഒരു പുതിയ ഉണർവുണ്ടായ ഘട്ടമാണ്. ദീർഘമായ ഒരു കാലത്തിന് ശേഷം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഭരണകൂടം കൂടി മുൻകൈയെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഒളകര ആദിവാസി കോളനിയിൽ 44 കുടുംബങ്ങൾക്ക് വനാവകാശ രേഖ അനുസരിച്ച് 44 കുടുംബങ്ങൾക്ക് 1.5 ഏക്കർ ഭൂമി വീതം കൊടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ കടന്നത്. ഇങ്ങനെ മലയോര മേഖലയിൽ ആ പ്രവർത്തനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വനഗ്രാമങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ROR മാത്രം ലഭ്യമായിട്ടുള്ള വനഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളാക്കാനുള്ള നടപടിക്രമങ്ങൾ ഔപചാരികമായി നമ്മൾ ആരംഭിച്ചു. കേരളത്തിൽ 569 വനഗ്രാമങ്ങളാണ് ഇനി റവന്യൂ ഗ്രാമങ്ങളായി പരിവർത്തനം ചെയ്യാൻ പോകുന്നത്. വനാവകാശ നിയമത്തിന്റെ പ്രത്യേകമായിട്ടുള്ള നിയമ വഴി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്, വേറെ പ്രത്യേകമായ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ടല്ല, വന നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള വകുപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നാം
വനഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളാക്കി മാറ്റാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു. അങ്ങനെ വരുമ്പോൾ ഇനി മുതൽ വനഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളാക്കി ഔപചാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് റവന്യൂ ടാക്സ് അടയ്ക്കാനുള്ള അനുവാദം കൂടി ഇനി ലഭ്യമാകും എന്ന കാര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് വനഭൂമി രംഗത്ത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഗവൺമെന്റ് മുന്നോട്ട് പോയത്. അതിന്റെ എല്ലാ ഗുണകരങ്ങളായിട്ടുള്ള വശങ്ങൾ നമുക്ക് ലഭ്യമാണ്. തൃശൂർ താലൂക്കിൽ, തൃശൂർ ജില്ലയിൽ ഈ നേട്ടം പറയുമ്പോൾ തന്നെ വയനാടും പാലക്കാടും കൊല്ലവും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇത്തരം അപ്ഗ്രേഡേഷൻ വളരെ വേഗതയിൽ നടക്കുകയാണ്. അരിപ്പയിലെ ഭൂസമരം എന്നേക്കുമായി ഒത്തുതീർന്നു. അവരുടെ പട്ടയം 24-ാം തീയതി പുനലൂരിൽ വെച്ച് ഞാൻ തന്നെ വിതരണം ചെയ്യും. ചെങ്ങറയിൽ ഭൂമി ലഭ്യമായ ആളുകൾക്ക് ലഭ്യമായ ഭൂമി വാസയോഗ്യമല്ല എന്ന പരാതിയെ തുടർന്ന് കണ്ണൂരിലെ 60 ഹെക്ടർ ഭൂമി ഉൾപ്പെടെ കേരളത്തിലെ റവന്യൂ വകുപ്പ് ഭൂമി കണ്ടെത്തി കഴിഞ്ഞു. 20-ാം തീയതി വരെ അങ്ങനെ നേരത്തെ ലഭ്യമായ ഭൂമി വിട്ടൊഴിഞ്ഞ് പുതിയ ഭൂമിയിലേക്ക് പോകണം, വാസയോഗ്യമായ അല്ലാത്തതുകൊണ്ട് എന്നുള്ളവർക്ക് അപേക്ഷ കൊടുക്കാൻ ജില്ലാ കേന്ദ്രങ്ങളിൽ അവസരമൊരുക്കിയിട്ടുണ്ട്. അത് ലഭ്യമായി കഴിഞ്ഞാൽ ചെങ്ങറയിലെ പലയിടങ്ങളിൽ ലഭ്യമായിട്ടുള്ള ഭൂമി വാസയോഗ്യമല്ലെന്ന പരാതി പറഞ്ഞവർക്ക് കൂടി ആ ഭൂമി ലഭ്യമാക്കാനുള്ള അവസരം ഉണ്ടാക്കും. ആദിവാസി മലയോര മേഖലയിൽ താമസിക്കുന്നവരോട് പോസിറ്റീവായ സമീപനമാണ് സർക്കാർ. കുന്നംകുളത്ത് കേട്ടപ്പോ ഒരു വന സംശയം വന്നൂല്ലേ? അത് വനഭൂമി ചില സ്ഥലത്ത് അങ്ങനെയാണ്, അവര് നേരത്തെ മാർക്ക് ചെയ്യപ്പെട്ട ചിലത് വനത്തിനോട് ചേർന്നത് പോലും അല്ല, പക്ഷെ റെക്കോർഡിക്കലി അങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് ഈ എരുമപ്പെട്ടിയിലെ ഒരു പോർഷനാണ് വനത്തിനോട് ചേർന്നത്. വീരാങ്കുടിയിലുള്ളവരുടെ പ്രശ്നം നമ്മൾ ഫോറസ്റ്റ് റവന്യൂ വകുപ്പുകൾ കൂടിയാലോചിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉന്നതതല യോഗം അതുമായി ബന്ധപ്പെട്ട് നടന്നു. അതിന് അവരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞാനും വനം വകുപ്പ് മന്ത്രിയും ഉള്ള ഘട്ടത്തിൽ തന്നെ ഗൗരവമായിട്ട് ഉന്നയിച്ചു. അവർക്ക് പകര സ്ഥലം കൊടുക്കണോ, ഇപ്പൊ താമസിച്ച സ്ഥലത്ത് വേണോ എന്നുള്ള കാര്യത്തിൽ വനം വകുപ്പിന്റെ ഒരു നിർദ്ദേശം കൂടി ലഭ്യമാകാൻ കാത്തിരിക്കുകയാണ്. അതെ, 6794 പട്ടയങ്ങൾ കൊടുത്താണ്. അത് ഇപ്പൊ 4123 അപേക്ഷകളാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. അത് ഫെബ്രുവരി മാസം തന്നെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. നമ്മള് അവിടെ കേന്ദ്രത്തിൽ കിട്ടിയാൽ കോഡ് ഓഫ് കോണ്ടക്ട് കഴിഞ്ഞാൽ ഉടനെ കൊടുക്കാൻ പറ്റും. അല്ല, പട്ടയ വിതരണത്തിന്റെ ഇപ്പൊ മേള 26 മറ്റോ ഇപ്പോൾ നമ്മളൊരു തീയതി തീരുമാനിക്കും. ഇപ്പോൾ ഉണ്ടാവും സർക്കാരിന്റെ ഭാഗമായിട്ട് പട്ടയ. ആറന്മുള ഇലക്ട്രോണിക് സിറ്റി പദ്ധതിയിൽ നിന്ന് സർക്കാർ പിൻവാതിരിക്കുകയാണ്. നേരത്തെ റവന്യൂ വകുപ്പും കൃഷി വകുപ്പും ഇക്കാര്യത്തിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നല്ലോ. എന്താണ് ഇപ്പോ നടരാജൻ പറഞ്ഞതിന്റെ അർത്ഥം റവന്യൂ വകുപ്പും കൃഷി വകുപ്പും പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ നിൽക്കുന്നതല്ലേ? ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. നേരത്തെയുള്ള നിലപാടിൽ ഒരു മാറ്റവും റവന്യൂ വകുപ്പിനും കൃഷി വകുപ്പിനും ഇല്ലാതെ കേരളത്തിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ നേരത്തെ വിമാനത്താവളം അവിടെ സാധ്യമാകുന്നത്. ആ പ്രശ്നങ്ങൾ തന്നെ തുടരല്ലേ? അതിലൊരു വിട്ടുവീഴ്ചയില്ല. മറുപടി പറഞ്ഞല്ലോ ഞാൻ, ഒന്നും ഉണ്ടായില്ല അല്ലേ? ഞാൻ അയച്ചു തരാം. എല്ലാവരും ഉണ്ടായിരുന്നു, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ അന്നും ഇന്നും പറഞ്ഞിട്ട കാര്യമുള്ളൂ, ഇല്ലാത്ത മീനിന് വേണ്ടിയിട്ട് ചൂണ്ടയിടലില്ല. മീൻ വരട്ടെ, അപ്പൊ ചൂണ്ടയിടാം. വെറുതെ ചൂണ്ടയിട്ടാൽ കൊത്താനും ഇല്ല. അല്ല, കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് വരുന്ന ഒരു പിടിയില്ലല്ലോ. പൂരത്തിൽ കോഡ് ഓഫ് കോണ്ടക്ട് ഒന്നും ഒരു പ്രശ്നമല്ല. ഒരൊറ്റ അപകടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ഇതിന് മുമ്പുണ്ടായിട്ടും ഒരപകടം ഉണ്ടായിട്ടില്ല. പൂരമൊന്നും ഒരു പ്രശ്നമില്ല, നന്നായിട്ട് പോകും. നിങ്ങളെ പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ നോക്കിയാൽ മതി. പൂരം നന്നായി 26, 27 അതിന് മാറ്റം ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പ് വന്നാലും മാറ്റം ഉണ്ടാവില്ല. നന്നായി നടത്താൻ മതി. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഒരു യോഗം ഉണ്ട് പൂരമായിട്ട് വന്നത് അടുത്ത് തന്നെ. അപ്പൊ അവസാനിപ്പിക്കാം. വേറെ ഒന്നും ഡേറ്റ് തീരുമാനിച്ചില്ല. ഇപ്പൊ ഉണ്ടാവും. ആരും ബോധപൂർവം ചെയ്തതാകും എന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നില്ല. ചില നടപടികളൊന്നും ഒരു ഗുണകരമായിട്ടുള്ള കാര്യവുമല്ല. അത് ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയതാണെന്ന് ഞാൻ ധരിക്കുന്നുമില്ല. അങ്ങനെയൊന്നും ഉള്ള ഒരു ധാരണയില്ല. ഈ സീറ്റിൽ ഇരുന്നാണ് വിജയമാഷ് നമ്മളോട് യാത്ര പറഞ്ഞത്. വിജയമാഷ് വളരെ പ്രമുഖനായിട്ടുള്ള കേരളത്തിലെ
ധൈഷ്ഠികാചാരനാണ്. അക്കാര്യത്തിലൊന്നും ഒരു തർക്കവും നമുക്ക് ആർക്കെങ്കിലും ഇല്ല. വല്ല പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തീരട്ടെ. അതിനൊന്നും പർവ്വതീകരിക്കേണ്ട ഒരു പ്രശ്നവുമില്ല. ആരുടെയും നിലപാടോ ഇടപെടലോ ആണെന്ന് ഞാൻ കരുതുന്നില്ല. എതിരഭിപ്രായങ്ങളോടൊന്നും മുഖം ചുളിക്കുകയോ അതിനോട് ധിക്കാരപരമായ സമീപനം എടുക്കുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ്. വിമർശനങ്ങൾ ഏറ്റവും പോസിറ്റീവായി കാണുക എന്നുള്ളതാണ് ഈ കാലത്ത് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. വിമർശനങ്ങൾ ആരും ഉയരട്ടെ. മനുഷ്യന് കേരളത്തിൽ എല്ലാവരുടെയും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഉറപ്പാക്കുകയാണ് 90ാമത്തെ വയസ്സിൽ ജമ്മു കാശ്മീരിൽ നിന്ന് വന്ന ഫറൂഖ് അബ്ദുള്ള കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആശ്ലേഷിച്ചുകൊണ്ട് കേരളത്തിൽ പ്രഖ്യാപിച്ചത്. അതും ആ മതനിരപേക്ഷയും ആ വ്യക്തി സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഉണ്ട് എന്നുള്ള പക്ഷക്കാരാണ് നമ്മൾ. ഇതൊന്നും ഒരു മാറ്റമില്ല. ഈ ബാറുകളുടെ സമയക്രമം കൂട്ടിയതിൽ CPI യുടെ അഭിപ്രായം പാർട്ടി സെക്രട്ടറി ഉണ്ട് ചോദിച്ചത്.